Hi, this is Nihara and you're watching me on English Plus. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് 3 കുഞ്ഞു വേർഡ്സ് ആണ്. എസ്, ആം, ആർ. അപ്പോൾ നിങ്ങൾക്ക് തോന്നും നമുക്കെല്ലാവർക്കും ഈ വേർഡ്സ് അറിയാമല്ലോ എന്നുള്ളത്. പക്ഷേ ഈ വേർഡ്സ് എവിടേക്കാണ് യൂസ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് നമ്മളിൽ പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാവും. അത് തീർക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. സോ ഫസ്റ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് എസ്, ആം, ആർ ഈ 3 വേർഡ്സും ബി എന്ന വേർഡിൻ്റെ ഡിഫറെൻറ്റ് ഫോംസ് ആണ്. ബി എന്ന വേർഡിൻ്റെ ഡിഫറെൻറ്റ് ഫോംസ് ആണ് എസ്, ആം, ആർ. ഈ 3 വേർഡ്സിനും സെയിം മീനിങ് ആണ് വരുന്നത്. മലയാളത്തിൽ ആണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇംഗ്ലീഷിൽ എസ്, ആം, ആർ യൂസ് ചെയ്യുന്നത്. ഈ 3 വേർഡ്സും വേർബ്സ് ആണ്. ഓക്കെ, വേർബ്സ് ആണ്. പക്ഷെ ആക്ച്വലി നോക്കുകയാണെങ്കിൽ ഇതിന് ഹെൽപ്പിംഗ് വേർബ് അല്ലെങ്കിൽ ഓക്സിലറി വേർബ് എന്നാണ് പറയുക. അതെന്നാൽ നമുക്ക് നോക്കാം. സോ ഫസ്റ്റായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് എസ്, ആം, ആർ എന്നുള്ളത് വേർബ്സ് ആണ്. ആൻഡ് ഈ 3 വേർഡ്സും ഇംഗ്ലീഷിൽ ഒരു സെൻറ്റൻസിലെ ഒറ്റ വേർബായിട്ട് ഫങ്ഷൻ ചെയ്യാൻ പറ്റും. അതായത് എല്ലാ സെൻറ്റൻസിലും 3 എലമെൻറ്റ്സ് ഉണ്ട്. നമ്മൾ മുന്നത്തെ വീഡിയോയിൽ പഠിച്ചു അല്ലേ, സബ്ജക്റ്റ്, വേർബ്, ഒബ്ജക്റ്റ്. സോ വേർബ് ഇല്ലാണ്ട് നമുക്ക് ഒരിക്കലും ഒരു സെൻറ്റൻസ് ഫോം ചെയ്യാൻ പറ്റില്ല. സോ എല്ലാ സെൻറ്റൻസുകളിലും ഓൺലി വേർബായിട്ട് ഫങ്ഷൻ ചെയ്യാൻ പറ്റുന്ന വേർഡ്സാണ് എസ്, ആം, ആർ. ഓക്കെ, അത് ഓർത്ത് വെക്കാം. അപ്പോൾ ഈ 3 എണ്ണത്തിനെയും 2 ഡിഫറെൻറ്റ് കാറ്റഗറീസിലായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ആദ്യത്തെ നോക്കിയാലോ. ഇസ് എന്ന വേർഡ് ഒരു സെൻറ്റൻസിൽ വരുമ്പോൾ ആദ്യം നമ്മൾ നോക്കുന്ന കാറ്റഗറിയിൽ ഇസും, ആമും, ആറും ഒറ്റ വേർബായിട്ട് വരുന്ന കാറ്റഗറിയാണ് കേട്ടോ. വേറെ വേർബ്സ് ഒന്നുമില്ല. ഇത് 3 എണ്ണമാണ് വേർബായിട്ട് ഫങ്ഷൻ ചെയ്യുന്നത്. സോ ഫസ്റ്റ് വൺ ഇസ്. ഇസ് നമ്മൾ യൂസ് ചെയ്യുക സബ്ജക്റ്റ് സിംഗുലർ ആവുമ്പോഴാണ്. എന്താണ് സിംഗുലർ പ്ലൂറൽ എന്നും നമ്മൾ മുന്നത്തെ വീഡിയോയിൽ പഠിച്ചിട്ടുണ്ട്. അത് കാണാത്ത ആൾക്കാർ അത് പോയി വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ക്ലാരിറ്റി കിട്ടും. സോ സബ്ജക്റ്റ് സിംഗുലർ ആകുമ്പോഴാണ് നമ്മൾ ഇസ് യൂസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, അവൾ എൻ്റെ സഹോദരിയാണ് എന്നുള്ള സെൻറ്റൻസ് നമുക്ക് എടുക്കാം. അപ്പോൾ ഇംഗ്ലീഷിലേക്ക് മാറ്റുമ്പം ഷീ ഇസ് മൈ സിസ്റ്റർ എന്നുള്ളതാണ്. ഈ സെൻറ്റൻസ് ആരെക്കുറിച്ചാണ് സംസാരിക്കുന്നത്? അവളെക്കുറിച്ചാണ് അല്ലേ. ഷീ അത് സിംഗുലർ അല്ലേ, ഒരാളല്ലേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ഇസ് ആണ് ആഡ് ചെയ്യുക. ഷീ ഡാഷ് മൈ സിസ്റ്റർ. ഷീ ഇസ് മൈ സിസ്റ്റർ. ഓക്കെ, അതുപോലെ തന്നെ ഹീ ഇസ് മൈ ബ്രദർ എന്ന് നമുക്ക് പറയാം. അത് ഹീ, ഷീ, ഇറ്റൊന്നും ആവണമെന്നില്ല. ഒരു പേഴ്സൺ ആവാം. റിയ ഇസ് മൈ സിസ്റ്റർ. അല്ലെങ്കിൽ ഒരു തിങ് ആവാം. ദ ബോട്ടിൽ ഇസ് ഗ്രീൻ. ബോട്ടിൽ എന്ന് പറയുമ്പോൾ ഒറ്റൊന്നും ആളല്ലേ, അപ്പോൾ ഇസ് ആണ് വരിക. നിങ്ങളപ്പോൾ ആലോചിച്ച് വെക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഇസ് നമ്മൾ യൂസ് ചെയ്യുക സിംഗുലർ സബ്ജക്റ്റിന് കൂടെയാണ്. ഓക്കെ, നെക്സ്റ്റ് തിങ് ഇസ് ആം. ആമിനെ കുറിച്ച് ഒറ്റൊരു കാര്യം ആലോചിച്ച് വെച്ചാൽ മതി. ആം നമ്മൾ ആകെ യൂസ് ചെയ്യുക ഐ എന്നുള്ള സബ്ജക്റ്റ് വരുമ്പോഴാണ്. എന്നെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടി മാത്രമാണ് എനിക്ക് ആം യൂസ് ചെയ്യാൻ പറ്റുക. ഫോർ എക്സാമ്പിൾ, ഞാൻ ഒരു പെൺകുട്ടിയാണ്. ഐ ആം എ ഗേൾ. ഐൻ്റെ കൂടെ നെക്സ്റ്റ് വരുന്ന വേർബാണ് ആം. സോ ഐൻ്റെ കൂടെ മാത്രമേ നമുക്ക് ആം യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഐ ആം എ ഗേൾ. ഐ ആം എ സ്റ്റുഡൻറ്റ്. ഐ ആം ഹാപ്പി. ഓൾ റൈറ്റ്. സോ ആം വരിക ആ സബ്ജക്റ്റ് എപ്പോഴും ഐ ആവുമ്പോഴാണ്. നെക്സ്റ്റ് തിങ് ഇസ് ആർ. ആർ എവിടെയാണ് വരിക? ആർ നമ്മൾ യൂസ് ചെയ്യുക സബ്ജക്റ്റ് പ്ലൂറൽ ആവുമ്പോഴാണ്. ഒന്നിൽ കൂടുതൽ സാധനങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആർ യൂസ് ചെയ്യുക. സോ ഒന്നിലധികം ഉണ്ടാവും സബ്ജക്ട്സ് എപ്പോഴും. അപ്പോഴാണ് നമ്മൾ ആർ നെക്സ്റ്റ് ഒരു വേർബായിട്ട് വരിക. ഫോർ എക്സാമ്പിൾ, ഞങ്ങൾ സുഹൃത്തുക്കളാണ്. ഞങ്ങൾ വി ഡാഷ് ഫ്രണ്ട്സ്. വി ആർ ഫ്രണ്ട്സ്. ദേ ആർ ഫ്രണ്ട്സ്. ഓക്കെ, സോ ഒന്നിലധികം ആൾക്കാരെ കുറിച്ചിട്ട് അല്ലെങ്കിൽ വസ്തുക്കളെ കുറിച്ച് സംസാരിക്കുമ്പോഴാണ് നമ്മൾ ആർ യൂസ് ചെയ്യുക. ഓക്കെ, ദേ ആർ ഫ്രണ്ട്സ് അല്ലെങ്കിൽ വി ആർ ഫ്രണ്ട്സ്. ഓൾ റൈറ്റ്. സോ ഫസ്റ്റ് കേസ് നമ്മൾ കവർ ചെയ്തു. അതായത് ഇസ്, ആം, ആർ സിംഗുലർ അല്ലെങ്കിൽ ഒറ്റ വേർബായിട്ട് വരുന്ന സെൻറ്റൻസുകളാണ് നമ്മൾ കണ്ടത്. ഇസ് നമ്മൾ സിംഗുലറിൻ്റെ കൂടെയാണ് യൂസ് ചെയ്യുക സബ്ജക്റ്റ് സിംഗുലർ ആകുമ്പോൾ. ഓക്കെ, ഷീ ഇസ് മൈ സിസ്റ്റർ. അതുപോലെ തന്നെ ഐ ആം. അതുപോലെ തന്നെ ഐ ആം എ ഗേൾ അല്ലെങ്കിൽ വി ആർ ഫ്രണ്ട്സ്. അതൊക്കെ നമുക്ക് ക്ലിയർ ആയല്ലോ. ഇനി നെക്സ്റ്റ് കേസ് വരുന്നത് വെച്ചാൽ ഈ 3 വേർഡ്സും വേറൊരു മെയിൻ വേർബിൻ്റെ കൂടെ വരുമ്പോഴാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യം നമ്മൾ കണ്ടതിൽ ഇത് മാത്രമാണ് ഓൺലി വേർബ് അല്ലേ. ഷീ ഇസ് മൈ സിസ്റ്ററിൽ ഇസ് ആണ് വേർബ്.
ഐ ആം എ ഗേളിൽ ആം ആണ് വേർബ്. അതുപോലെ തന്നെ വി ആർ ഫ്രണ്ട്സിൽ ആറാണ് വേർബ്. അതുപോലെ തന്നെ സെക്കൻഡ് കേസിൽ ഇസും ആമും ആറും വേറൊരു മെയിൻ വേർബിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വരും. അപ്പോഴാണ് ഈ 3 വേർഡ്സും ഹെൽപ്പിംഗ് വേർബ്സ് ആയിട്ട് മാറുന്നത്. ഓക്കെ, ഹെൽപ്പിംഗ് വേർബ്സ്. ആ കേസ് നമ്മൾ നോക്കാം. ഹീ ഡാഷ് സ്റ്റഡിയിങ്. ഇത്ര ആലോചിച്ചാൽ മതി, യൂസ് ചെയ്യുമ്പോൾ ഇത്ര ആലോചിച്ചാൽ മതി. സബ്ജക്റ്റ് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്ന് നോക്കാം. ഹീ ഡാഷ് സ്റ്റഡി, ഹീ സിംഗുലർ അല്ലേ, അപ്പം ഇസ് സ്റ്റഡി. അതുപോലെ തന്നെ ഐ ഡാഷ് റൈറ്റിംഗ്, ഐൻ്റെ കൂടെ എപ്പോഴും എന്താ വരിക? ആം, ഐ ആം റൈറ്റിംഗ്. ഫൈനലി വി ഡാഷ് ഗോയിങ്, വി ഏതാണ്? പ്ലൂറൽ ആണല്ലേ, സോ വി ആർ ഗോയിങ്. ഈ ഒരു കേസിൽ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിന് ശേഷം വരുന്ന ഇസും ആമും ആറിനും ശേഷം ഒരു വേർബ് വരികയാണെങ്കിൽ വേർബ് എപ്പോഴും ING ഫോമിലായിരിക്കും. അതായത് ഇതെല്ലാം പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിലാണ് വരുന്നത്. ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന എന്തോ ഒരു കാര്യത്തിനെ കുറിച്ച് പറയാനാണ് നമ്മൾ ഇസ് ആം ആറിന് ശേഷം വേറൊരു മെയിൻ വേർബ് ആഡ് ചെയ്യുന്നത്. സോ അതിൻ്റെ കൂടെ എപ്പോഴും ഇത് നിങ്ങൾ എന്തായാലും മെമ്മറൈസ് ചെയ്തേ പറ്റൂ. ഇതിൻ്റെ കൂടെ നമ്മൾ എപ്പോഴും അവസാനം ING എന്ന് പറഞ്ഞ് ചെറിയൊരു സാധനം ആഡ് ചെയ്ത് കൊടുക്കും. ഞാൻ കുറച്ച് എക്സാമ്പിൾ പറഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ ക്ലിയർ ആവും. ഹീ ഡാഷ് സ്റ്റഡിങ് എന്ന് നമ്മൾ കണ്ടു അല്ലേ. ഇതിൽ ഹീ ഇസ് സ്റ്റഡി എന്ന് നമ്മൾ പറയുമോ? ഇല്ല, അവിടെ എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി അല്ലേ. ഐ ആം റൈറ്റ് എന്ന് നമ്മൾ പറയില്ല. വി റൈറ്റ് എഴുതുന്ന റൈറ്റ് ആണ് കേട്ടോ, WRITE. അതുപോലെ തന്നെ വി ആർ ഗോ എന്ന് നമ്മൾ ഒരിക്കലും പറയില്ല. സോ ഈ കേസിൽ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഇസ് ആം ആറിൻ്റെ കൂടെ വേറൊരു മെയിൻ വേർബ് വരുമ്പം വേർബ് എപ്പോഴും ING ഫോമിലായിരിക്കും. അതായത് വേർബിൻ്റെ അവസാനം നമ്മളെപ്പോഴും ING ആഡ് ചെയ്യണം. ഓക്കെ, സോ ദാറ്റ് വാസ് ക്ലിയർ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഒന്നും കൂടെ സമ്മപ്പ് ചെയ്ത് പറഞ്ഞുതരാം. ഇസ് ആം ആർ എന്നുള്ളത് ആണ് എന്ന് മലയാളത്തിൽ പറയാൻ വേണ്ടി യൂസ് ചെയ്യുന്ന 3 വേർഡ്സാണ്. 3ന് മീനിങ് സെയിം ആണ്, പക്ഷേ യൂസ് ചെയ്യുന്ന സിറ്റുവേഷൻസ് വേറെ വേറെയാണ്. ഇസ് എപ്പോഴും നമ്മൾ സിംഗുലർ സബ്ജക്റ്റിന് കൂടിയാണ് യൂസ് ചെയ്യുക. ഷീ ഇസ് ഹാപ്പി. അതുപോലെ തന്നെ ആം നമ്മൾ എപ്പോഴും ഐൻ്റെ കൂടെയാണ് യൂസ് ചെയ്യുക. ഐ ആം എ ഗേൾ. അതുപോലെ തന്നെ ആറ് നമ്മൾ യൂസ് ചെയ്യുക എപ്പോഴും പ്ലൂറൽ സബ്ജക്ട്സിൻ്റെ കൂടെയാണ്. ദേ ആർ ഫ്രണ്ട്സ്, വി ആർ ഫ്രണ്ട്സ്. ഓക്കെ, അത് ഫസ്റ്റ് കേസാണ്. സെക്കൻഡ് കേസിൽ ഇസ് ആം ആറിൻ്റെ കൂടെ വേറൊരു മെയിൻ വേർബ് വരും. അപ്പോൾ എന്താ ഞാൻ പറഞ്ഞത്, കേസൊക്കെ സിമിലർ ആണ്. സിംഗുലർ ആകുമ്പോൾ ഇസും ഐ ആകുമ്പം ആമും, പ്ലൂറൽ ആവുമ്പം ആറുമാണ് യൂസ് ചെയ്യുക. പക്ഷേ അതിൻ്റെ കൂടെ വരുന്ന വേർബിൻ്റെ കൂടെ അവസാനം നമ്മളെപ്പോഴും ING ആഡ് ചെയ്യണം. ഹീ ഇസ് സ്റ്റഡിയിങ്, ഐ ആം റൈറ്റിംഗ്, വി ആർ ഗോയിങ്. സോ ഇസ് ആം ആറാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിച്ചത്. ഐ ഹോപ്പ് ദാറ്റ് വാസ് ക്ലിയർ. ഇതിൻ്റെ എല്ലാം പാസ്റ്റ് ടെൻസ് ആയിട്ട് I'll see you in the next video.